ഇസ്രായേൽ ജനത മിസ്രൈമിൽ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അനന്തരം പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെയാക്കി. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ടവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ആ സമയം ഫറവോ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അപകടം നിറഞ്ഞ ആ കാലത്ത് ആ കുഞ്ഞിനെ അവർ ചേർത്ത് പിടിച്ചു. അവൻ്റെ നിലവിളികൾ മൃദുവായിരുന്നു, പക്ഷേ ഭയം മൂലം അവരുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. കുഞ്ഞിനെ ഇനിയും ഒളിപ്പിക്കാൻ കഴിയാതായപ്പോൾ അവർ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി. അവൻ്റെ സഹോദരിയായ മിരിയാം നൈൽ നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ ആ പെട്ടകം വെച്ചു. അവനെ എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് മാറി നിന്നു. ആ സമയം നൈൽ നദിയിൽ കുളിക്കുവാനായി ഫറവോന്റെ പുത്രി തൻ്റെ ദാസിമാരുമായി അവിടെ എത്തി. അല്ലയോ രാജകുമാരി, ഒരു പെട്ടകമല്ലേ അതാ ഒഴുകി വരുന്നത്? അതെയോ? എന്റെ അടുക്കൽ കൊണ്ടുവരിക. എബ്രായ ബാലനാണല്ലോ. ഇവനെ ഞാനൊരു മകനെ പോലെ വളർത്തും. അല്ലയോ രാജകുമാരി, ഈ പൈതലിനെ വളർത്താൻ വേണ്ടി ഞാനൊരു എബ്രായ സ്ത്രീയെ കൊണ്ടുവരട്ടെ? തീർച്ചയായും. ഫറവോന്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു. ആ സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. എല്ലാരും കൂടെ അവിടെ ഇരുന്നോണ്ട് കൂട്ടം ചിരിയാച്ചി. പറ്റണില്ല ചിരി.
ചിരി പറഞ്ഞ ഒരു മിനിറ്റ് ഫറവോൻ രാജാവിന്റെ കൽപ്പന